മാഷ് മാറിയത് മാത്രമല്ല UDFന്റെ പിന്തുണ തേടുമെന്ന് പറഞ്ഞതോടുകൂടി ഒരു രാഷ്ട്രീയ വഞ്ചനയുമായി തൻ്റെ 10-60 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തന്നെ വളർത്തിയത് എന്ന് തിരിച്ചറിയുമെങ്കിൽ ഇത്തരം ഒരു രാഷ്ട്രീയ വഞ്ചനയും വർഗവഞ്ചനയും അദ്ദേഹം കാണിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തരം ആളുകളെ ജനങ്ങൾ തിരിച്ചറിയും. വർഗവഞ്ചകർക്കെതിരെ ജനങ്ങൾ അണിനിരക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി MP ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഒരു ആസൂത്രിതമായ നീക്കം നടന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു പങ്കുമില്ല. പാർട്ടി പൊതുവിൽ തീരുമാനിച്ചതാണ്. PK ശ്യാമള ടീച്ചർ കഴിഞ്ഞ 10-40 വർഷക്കാലമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുതൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്കെല്ലാം അറിയത്തക്ക നിലയിലുള്ള പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മട്ടന്നൂർ NSS കോളേജിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയായിരുന്ന PK ശ്യാമള അന്ന് SFIയുടെ കൊടിക്കീഴിൽ അവിടെ മത്സരിച്ച് ജയിച്ചു എന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അന്ന് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആ കോളേജിൽ സ്വീകരണം നൽകി. അതിന് നേതൃത്വം കൊടുത്ത SFIയുടെ പ്രവർത്തകയാണ്.